കേരളത്തിൽ നല്ല സ്ഥാനാർത്ഥികളെ ഇടതുമുന്നണിയും UDFും കളത്തിലിറക്കിയാൽ BJP വേർക്കും. അതിൻ്റെ ക്ലാസിക് എക്സാമ്പിളാണ് നേമത്ത്. അപ്പോൾ ഈ സ്ഥലങ്ങളിലൊക്കെ BJPക്ക് ഓട് പിടിച്ചു നിൽക്കുന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് വന്നാൽ ഉറപ്പായിട്ടും ഒന്നെങ്കിൽ LDF ജയിക്കും അല്ലെങ്കിൽ UDF ജയിക്കും. കാരണം കേരളത്തിൽ ജനങ്ങൾ BJP അധികാരത്തിലെത്തും എന്ന് വിചാരിക്കുന്നതേ ഇല്ല. അതുകൊണ്ടാണ് BJPക്ക് നേമത്ത് തുറന്ന അക്കൗണ്ട് പൂട്ടേണ്ടി വന്നത്. കോൺഗ്രസിൻ്റെ മോശം സ്ഥാനാർത്ഥിയാണ് നേമത്ത് BJPയെ ജയിപ്പിച്ചത്. ഇനി വേറൊരു രീതിയിലും കൂടെ ഉണ്ട് കേട്ടോ. നിങ്ങൾ വടക്കോട്ട് പോയാൽ ഇങ്ങനല്ല. മഞ്ചേശ്വരം, കാസർഗോഡ് രണ്ടിടത്ത് മുസ്ലിം ലീഗാണ് ജയിച്ചത്. CPM 3-ാം സ്ഥാനത്ത് പോയി. ടാക്റ്റിക്കൽ വോട്ടിംഗ് ആയിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. CPM വോട്ട് മറിച്ചു. കാരണം CPM വളരെ ഇൻസിഗ്നിഫിക്കൻ്റ് ആയ സ്ഥലമാണ്. മഞ്ചേശ്വരത്ത് CPM വളരെ ഇൻസിഗ്നിഫിക്കൻ്റ് ആണ്. നോക്കൂ, LDFും UDFും സിഗ്നിഫിക്കൻ്റ് ആയ സ്ഥലത്ത് അവരുടെ വോട്ടുകൾ പിടിച്ചാൽ BJP ജയിക്കില്ല. ഇവർ രണ്ടുപേരും ആരൊരാളെ ജയിക്കുള്ളൂ. പക്ഷേ ഇവിടെ ഈ CPMോ അല്ലെങ്കിൽ UDFോ LDFോ ഇൻസിഗ്നിഫിക്കൻ്റ് ആയ സ്ഥലത്ത് അവർ നല്ല സ്ഥാനാർത്ഥി നിർത്തിയില്ലെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ വോട്ട് BJP ഇതര സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്തില്ലെങ്കിൽ BJP ജയിക്കും.